ഹേ പ്രഭു ഏ ക്യാ ഹുവാ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ നിങ്ങളോട് വേറൊന്നും ചോദിക്കുന്നില്ല. പുഷ്പനെ അറിയാമോ? നിങ്ങളുടെ പുഷ്പനെ അറിയാമോ? സാർ ഇപ്പോ ആഗോളവൽക്കരണം മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയോ സാർ? ഈ ആഗോളവൽക്കരണം ഇപ്പൊ ഇല്ലേ? സാറ് ശ്രീ ബാലഗോപാൽ അദ്ദേഹം ബജറ്റിനകത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ അംബാസഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനുമായിരുന്ന TP ശ്രീനിവാസൻ സാർ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഹേ പ്രഭു ഏ ക്യാ ഹുവാ, എന്താണ് ഇവിടെ നടക്കുന്നത്? വിദേശ സർവകലാശാലകൾക്ക് ആരനുവാദം കൊടുക്കുന്നു? ബാലഗോപാൽ, ആ പാവം പിടിച്ച TP ശ്രീനിവാസൻ സാറിനെ SFIക്കാർ കോവളത്ത് വെച്ച് അടിച്ച് നിലത്തിട്ടില്ലേ സാർ? വിദേശ സർവകലാശാല എന്ന് പറഞ്ഞ ഒരു ആവശ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഒരു സെമിനാർ ആയിരുന്നു. അപ്പൊ അടിച്ച് താഴെ ഇട്ടു. എന്നിട്ട് ആ SFIയുടെ പഴയ നേതാവ് വിദേശ സർവകലാശാലയ്ക്ക് അനുവാദം കൊടുക്കുന്നു. സാർ ഞാൻ നിങ്ങളോട് വേറൊന്നും ചോദിക്കുന്നില്ല. പുഷ്പനെ അറിയാമോ? നിങ്ങളുടെ പുഷ്പനെ അറിയാമോ? സാർ സഹകരണ മേഖലയിൽ കണ്ണൂരിൽ പരിയാരത്ത് MV രാഘവന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്തത്.